അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യ ദിവസം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പരീക്ഷ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ സിലബസ് എന്താണ്, പരീക്ഷയുടെ രീതി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് അറിയാം. 3 പാർട്ടാണുള്ളത്. അതിൽപ്പെട്ട പാർട്ട് 2-ലെ മദ്രസ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നേരത്തെ പഠിച്ചതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ളതായിരിക്കും. പക്ഷെ എന്നാലും മനുഷ്യന് മറവിയുള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ അഖ്ലാഖ്, തജ്വീദ് എന്നുള്ള 2 വിഷയങ്ങളാണ്. ഈ 2 വിഷയങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. അതിൽ അഖ്ലാഖ് നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. തജ്വീദിൻ്റെ അല്പഭാഗം ഇന്ന് പഠിക്കും, ബാക്കിയുള്ളത് മറ്റൊരു ദിവസം പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ അഖ്ലാഖാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് എന്താണ്? പുരുഷന് സുന്നത്തായ വസ്ത്രം ഏതാണ് എന്നുള്ളതാണ്. പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്. ഇത് മൂന്നും പുരുഷന് സുന്നത്തായ വസ്ത്രമാണ്. അപ്പോൾ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളിൽ പെട്ടതാണ് വെള്ള വസ്ത്രം, അതുപോലെ തന്നെ തലപ്പാവ്, കമീസ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്തിനെ തൊട്ട് എന്നാണ്. എന്തിനെ തൊട്ടാണ്? ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ടാണ്. അപ്പോൾ ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ടാണ് കാവൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തെന്താണ്? സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. സ്വർഗത്തിൽ നബി തങ്ങളുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നത് ആർക്കാണ്? സ്വർഗത്തിൽ നബി തങ്ങളുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ 3-ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതാരാണ്? സൽ സ്വഭാവികൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സൽ സ്വഭാവികളാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സൽ സ്വഭാവികളാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്നെ നമുക്ക് സ്വർഗ്ഗം എന്നൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തെന്താണ്? മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അല്ലേ? മുഹയ്യുദ്ദീൻ ഷെയ്ഖ് എന്നൊക്കെ നമ്മൾ പറയുന്ന മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ജനിച്ച സ്ഥലം എവിടെയാണ്? ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ജീലാനി എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? ജീലാൻ എന്ന സ്ഥലത്തേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അഥവാ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് ജനിച്ചത് ഇറാനിലെ ജീലാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇത് ഏത് രാജ്യത്താണ് എന്ന് ചോദിക്കാം. എവിടെയാണ്? ഇറാനിലാണ്. അപ്പോൾ ഈ രാജ്യം ഏതാണെന്നൊന്നും ചിലപ്പോൾ കൂട്ടുകാർക്ക് നേരത്തെ അറിയുന്നുണ്ടാവില്ല, അല്ലേ? അതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ 3-ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഇനി കൊള്ള സംഘം നമുക്കറിയാമല്ലേ. മുഹയ്യുദ്ദീൻ ഷെയ്ഖ് ഒരു സംഘത്തിൽ യാത്ര പോകുന്ന സമയത്ത് കൊള്ളക്കാർ അവരെ കവർച്ച ചെയ്യാൻ ശ്രമിച്ച കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊള്ള സംഘം കവർച്ച ചെയ്യാൻ വന്നപ്പോൾ മുഹയ്യുദ്ദീൻ ഷെയ്ഖിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ധനം എത്രയായിരുന്നു? 40 സ്വർണ്ണ നാണയമാണ്. 40 സ്വർണ്ണ നാണയമായിരുന്നു കവർച്ച സംഘം കവർച്ച ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് മുഹയ്യുദ്ദീൻ ഷെയ്ഖിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ധനം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? ഔലിയാക്കളുടെ നേതാവ് ആരാണ്? ഔലിയാക്കളുടെ നേതാവ് ആരാണ് നമുക്കറിയാം, അല്ലേ? ആരാണ്? മുഹയ്യുദ്ദീൻ ഷെയ്ഖാണ്. അഥവാ മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയാണ് ഔലിയാക്കളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഔലിയാക്കളുടെ നേതാവ് ആരാണ്? മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അല്ലെങ്കിൽ മുഹയ്യുദ്ദീൻ ഷെയ്ഖാണ് ഔലിയാക്കളുടെ നേതാവ്. ഇനി മുഹയ്യുദ്ദീൻ മാലയിൽ ആരുടെ ചരിത്രമാണ് പറയുന്നത്? ഇപ്പോൾ മുഹയ്യുദ്ദീൻ മാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ആരാണ്? മുഹയ്യുദ്ദീൻ ഷെയ്ഖിൻ്റെ ചരിത്രമാണ് മുഹയ്യുദ്ദീൻ മാലയിൽ പറയുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക. മുഹയ്യുദ്ദീൻ മാലയിൽ പറയുന്നത് മുഹയ്യുദ്ദീൻ ഷെയ്ഖിൻ്റെ ചരിത്രമാണ്. ഇനി മരിച്ച സഹോദരൻ്റെ പച്ച മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ത്? അപ്പോൾ എന്താണ് മരിച്ച സഹോദരൻ്റെ പച്ച മാംസം തിന്നുന്നതിന് തുല്യമാകുന്നത്? അത് ഗീബത്ത് അഥവാ പരദൂഷണം പറയുന്നതാണ്. പരദൂഷണം അല്ലെങ്കിൽ ഗീബത്ത് പറയുന്നതാണ് മരിച്ച സഹോദരൻ്റെ പച്ച മാംസം തിന്നുന്നതിന് തുല്യമായിട്ട് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണ് എന്ത്? ഗീബത്ത്. തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത്, തൻ്റെ സഹോദരനെ അവൻ്റെ അസാന്നിധ്യത്തിൽ അവനിഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ചു നോക്കുക കേട്ടോ. തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്.
ഇനി മിഅ്റാജിൻ്റെ രാവിൽ ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചും മാന്തി പിളർത്തുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മിഅ്റാജിൻ്റെ രാവിലാണത് കണ്ടത്. എന്താണ് അവർ ചെയ്യുന്നത്? ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചും മാന്തി പിളർത്തുകയാണ്. ഇതാരായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? അത് ഗീബത്ത് പറയുന്നവരാണ് കേട്ടോ. ഗീബത്ത് പറയുന്നവരാണ് ചെമ്പിൻ്റെ നഖം കൊണ്ട് നഖവും മുഖവും അതുപോലെ തന്നെ നെഞ്ചും മാന്തി പൊളിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അപ്പം ഗീബത്തിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പം ആവശ്യം ഉണ്ടാവില്ല, ഗീബത്ത് പറയേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഗീബത്ത് പറയാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടെ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കണം. അള്ളാഹു ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇനി ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലെന്താണ്? അത് നമീമത്ത് അല്ലെങ്കിൽ ഏഷണി. നമ്മൾ പരദൂഷണം അല്ലെങ്കിൽ ഗീബത്ത് എന്താണെന്ന് പറഞ്ഞല്ലോ. എന്താണ്? ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. ഇതെന്താണ്? ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ. അപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞത് എന്താണ്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയുന്നതാണെന്ത്? നമീമത്ത് അല്ലെങ്കിൽ ഏഷണി എന്ന് പറയുന്നത്. അപ്പോൾ ഏഷണി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞ കാര്യം വേറൊരാളോട് പറഞ്ഞു കൊടുക്കലാണ്. ഇനി ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദമാണ് എന്തെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? നമീമത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോ ഹോബികളുണ്ടാവും അല്ലേ? പലതരം ഹോബികളുണ്ട്. അപ്പോൾ നല്ല നല്ല ഹോബികളാണ്. വായനയൊക്കെയാണ് നല്ല കുട്ടികളുടെ ഹോബികളായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളായതുകൊണ്ട് നല്ല നല്ല ഹോബികൾ, വായനയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഹോബി അല്ലേ? ഖുർആൻ ഓതുക, വായിക്കുക ഒക്കെ നല്ല ഹോബികളായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദം അല്ലെങ്കിൽ ഹോബി എന്താണ്? അത് നമീമത്താണ് കേട്ടോ. ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദം നമീമത്താണ്. ഇനി നബി തങ്ങൾ ഛർദ്ദിച്ചു കളയണം എന്ന് പറഞ്ഞത് എന്താണ്? നബി തങ്ങൾ ഛർദ്ദിച്ചു കളയണം എന്ന് പറഞ്ഞത് എന്താണ്? മറന്നുകൊണ്ടാണെങ്കിൽ പോലും നിന്ന് കുടിച്ചത് ഛർദ്ദിച്ച് കളയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നബി തങ്ങൾ ഛർദ്ദിച്ച് കളയണമെന്ന് പറഞ്ഞത് മറന്നുകൊണ്ടാണെങ്കിൽ പോലും നിന്ന് കുടിച്ചത് ഛർദ്ദിച്ച് കളയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിന്ന് കുടിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കാരണം അങ്ങനെ കുടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ദീനിൽ അതിന് വിലയില്ല. അങ്ങനെ കുടിക്കുന്നതിനേക്കാൾ നല്ലത് കുടിക്കാതിരിക്കലാണ്. അതുകൊണ്ടാണ് ഛർദ്ദിച്ച് കളയണം എന്ന് പോലും അത്രയ്ക്കും നിരുത്സാഹപ്പെടുത്താൻ നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ കാരണം അത് ബിസ്മി ചെല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ അത് നിന്ന് കുടിക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? മറന്നുകൊണ്ടാണെങ്കിൽ പോലും നിന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കണമെന്ന് പറഞ്ഞത്. ഇനി പിശാചിൻ്റെ സ്വഭാവമാണ് എന്ത് എന്ന് ചോദിച്ചാൽ ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും. അപ്പോൾ ചിലപ്പോൾ അപൂർവമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധരായിട്ട് ഇടത് കൈകൊണ്ട് തിന്നും കുടിക്കുകയൊക്കെ ചെയ്യും അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആരുടെ സ്വഭാവമാണ്? പിശാചിൻ്റെ സ്വഭാവമാണ് ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും. അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി കോപത്തെ അടക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലലാണ് കേട്ടോ. അപ്പം കോപത്തെ അടക്കാൻ വേണ്ടിയിട്ട്, കോപം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യണം. അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലാണ് കേട്ടോ. പിന്നെന്താണ്? പുരുഷന് ധരിക്കൽ ഹറാമായത് എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി, പട്ട് അല്ലേ? സ്വർണം, വെള്ളി, പട്ട് ഇതാണ് പുരുഷന് ധരിക്കൽ ഹറാമായ വസ്ത്രമെന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന് വെള്ളി മോതിരമാണെങ്കിൽ വെള്ളി പുരുഷന് അനുവദനീയമാണ്, സുന്നത്താണ്. പുരുഷന് ധരിക്കൽ ഹറാമായത് ചോദിച്ചാൽ സ്വർണം, അതുപോലെ തന്നെ മോതിരമല്ലാത്ത വെള്ളിയുടെ ആഭരണങ്ങൾ, പട്ടൊക്കെ എന്താണ്? പുരുഷന് ഹറാമായിട്ടുള്ള ആഭരണങ്ങളാണ്, വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ്. ഇനി പകുതി മരണമാണ് എന്ത്? ഉറക്കം എന്ന് പറയുന്നത്. പകുതി മരണം ഉറക്കമാണ്, ഉറക്കത്തെയാണ് പകുതി മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3-ാം ക്ലാസ്സിലെ അഖ്ലാഖിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 3-ാം ക്ലാസ്സിലെ അഖ്ലാഖ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ആകെ ഒരു 18 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമ്മൾ തജ്വീദ് എടുക്കുന്നുണ്ട്. തജ്വീദ് ഫുള്ള് വരുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ തജ്വീദ് നമ്മളൊന്ന് കവർ ചെയ്യുകയാണ്. അപ്പോൾ തജ്വീദിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ്?
അള്ളാഹുവിൻ്റെ കലാമാണ് എന്ത് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാലോ അള്ളാഹുവിൻ്റെ കലാം എന്താണ്, വിശുദ്ധ ഖുർആനാണ്. എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. ഇനി അപ്പോൾ അടുത്തതിലേക്ക് പോയാലോ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണ്, വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ എത്ര ഈസി ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എത്ര ഈസിയാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ തജ്വീദ് കൂടെ ഉൾപ്പെടുത്തിയത്. ഇനി ഖുർആൻ്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്, ഖുർആൻ ഷരീഫ്, ഫുർഖാനുൽ അലീം, ഇതൊക്കെ എന്താണ്, വിശുദ്ധ ഖുർആൻ്റെ മറ്റ് പേരുകളാണ്. ഇതൊക്കെയാണ് ഖുർആൻ ഷരീഫിൽ നമ്മൾ പറയുന്ന പേര് തന്നെയാണല്ലോ അല്ലേ. ഖുർആൻ ഷരീഫ്, ഫുർഖാനുൽ അലീം, ഇതൊക്കെ എന്താണ്, വിശുദ്ധ ഖുർആൻ്റെ മറ്റ് പേരുകളാണ്. ഇനി എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കിയത്, എല്ലാവർക്കും അറിയാലോ, 23 വർഷം അല്ലേ. 23 വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. ഈ വീഡിയോ അധികം നീണ്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. ഇനി നബി തങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത് എന്താണ്, അത് വിശുദ്ധ ഖുർആനാണ്. നബി തങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത് അത് വിശുദ്ധ ഖുർആൻ ആണ്. ഇനി ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു. ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് എന്ത് പറയുക, തജ്വീദ് എന്ന് പറയുക. ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്ക് പറയുന്ന പേര് തജ്വീദ് എന്നാണ്. ഇനി മഖ്റജ് എന്നാൽ എന്താണ്, മഖ്റജ് എന്നാൽ എന്താണ്, ഹറഫ് പുറപ്പെടുന്ന സ്ഥാനം അല്ലെങ്കിൽ ഹറഫ് പുറപ്പെടുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുക, മഖ്റജ് എന്ന് പറയുക. നമ്മൾ തജ്വീദിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഓരോ അക്ഷരത്തിനും ഓരോ മഖ്റജ് ഉണ്ടെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ മഖ്റജ് എന്ന് പറഞ്ഞാൽ, ഹറഫ് പുറപ്പെടുന്ന സ്ഥാനത്തിനാണ്, സ്ഥലത്തിനാണ് മഖ്റജ് എന്ന് പറയുക. ഇനി സിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദ രീതിയാണ്, ശബ്ദം പുറപ്പെടുന്ന രീതി. അതായത് ഓരോ ശബ്ദവും പ്രത്യേക തരത്തിലാണ് പുറപ്പെടേണ്ടത്. അപ്പം ഏത് രീതിയിലാണ് ശബ്ദം പുറപ്പെടേണ്ടത് എന്നതിനെയാണ് സിഫാത്ത് എന്ന് പറയാം. ഇനി ശബ്ദം കനപ്പിക്കുന്നതിന് എന്താണ് പറയുക, തഫ്ഹീം. എല്ലാം നമുക്കറിയാം. പിന്നെ ല എന്നുള്ളതും അതുപോലെ തന്നെ പിന്നെ റ അല്ലേ, ഇത് രണ്ടും എന്താണ്, തഫ്ഹീമും തറക്കീക്കുമുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ നമ്മൾ കനപ്പിച്ച് പറയുമ്പോൾ റ, റഹ്മാനി, റ. ചില സമയത്ത് നമ്മൾ അല്ല ഒന്ന് മയപ്പെടുത്തി പറയും അല്ലേ, ഫിർ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കനപ്പിച്ച് പറയാം. അല്ലാഹ് എന്ന് നമ്മൾ പറയും, ബിസ്മില്ല എന്ന് പറയും. അപ്പോൾ കനപ്പിച്ച് പറയാം, അല്ലാഹ് അല്ലേ, ലാമ് കനപ്പിച്ച് പറയാം, റോ എന്ന് കനപ്പിച്ച് പറയും. ഇങ്ങനെ കനപ്പിച്ച് പറയുന്നതിന് എന്താണ് പറയുക, തഫ്ഹീം എന്ന് പറയും. ഇനി നമ്മൾ ശബ്ദം നേർപ്പിച്ച് പറയും അല്ലേ, ബിസ്മില്ല, അവിടെ ലാമിനെ ലോ എന്ന് പറയാതെ നേർപ്പിച്ച് പറഞ്ഞു അല്ലേ. ഫിർഔൻ, റോ എന്ന് നമ്മൾ കനപ്പിച്ച് പറയാതെ അല്ലേ നേർപ്പിച്ച് പറഞ്ഞു. അങ്ങനെ നേർപ്പിച്ച് പറയുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയാം. ഇനി മഖ്റജിൻ്റെ സ്ഥലങ്ങൾ എത്രയുണ്ടെന്ന് ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും. മഖ്റജിൻ്റെ സ്ഥലങ്ങൾ എത്രയാണെന്ന്. അപ്പോൾ നിങ്ങളെന്ത് പറയണം, 5 ആണെന്ന് പറഞ്ഞു. മഖ്റജിൻ്റെ ആകെ സ്ഥലങ്ങൾ 5 ആണ്. 5 സ്ഥലങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഇനി ആകെ മഖ്റജുകൾ എത്രയാണ്, അപ്പോൾ ഈ 5 സ്ഥലങ്ങളിൽ നിന്നാണ് മഖ്റജ് ഉണ്ടാകുന്നത്. ഈ 5 ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒന്നിലധികം സ്ഥാനങ്ങളിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നാവ് തന്നെയാണെങ്കിൽ നാവിൻ്റെ തലഭാഗത്ത് വരുന്നുണ്ട്, മധ്യഭാഗത്ത് വരുന്നുണ്ട് അല്ലേ, മുരട് ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ പല സ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ 5 സ്ഥലങ്ങളും ആകെ മഖ്റജുകൾ എത്രയാണ്, 17 ആണ്. ആകെ മഖ്റജുകൾ 17, മഖ്റജിൻ്റെ സ്ഥലങ്ങൾ 5ഉമാണ്. ഇനി നമുക്ക് സ്ഥലങ്ങൾ നോക്കാം. ഓരോ സ്ഥലങ്ങളിൽ നിന്നും എത്ര മഖ്റജുകൾ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 5 നമ്മൾ പറഞ്ഞല്ലോ, ആ 5 നമുക്ക് ഏതൊക്കെയാണ് പറയാം, മഖ്റജിൻ്റെ സ്ഥലങ്ങൾ 5 ഏതാ, 1 തൊണ്ടയാണ്, 2 നാവ്, 2 ചുണ്ടുകൾ, തരിമൂക്ക്, വായയുടെ ഉൾഭാഗം. അപ്പോൾ തൊണ്ട, നാവ്, 2 ചുണ്ടുകൾ, തരിമൂക്ക്, വായയുടെ ഉൾഭാഗം, ഇതാണ് ആകെ മഖ്റജുകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മഖ്റജിൻ്റെ സ്ഥലങ്ങളിലും എത്ര മഖ്റജ് ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുകയാണ്, തൊണ്ടയിൽ മഖ്റജിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു നോക്കണം, തൊണ്ടയിൽ മഖ്റജിൻ്റെ എണ്ണം 3 ആണ്. നാവിലാണെങ്കിൽ നാവ് നമുക്കറിയാം, നമ്മൾ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാവിലുള്ള മഖ്റജിൻ്റെ എണ്ണം എത്രയാണ്, 10 ആണ്. 2 ചുണ്ടുകളിലാണെങ്കിൽ 2, അപ്പോൾ 2 ചുണ്ടാണല്ലോ ഉള്ളത്, അതുകൊണ്ട് 2. അതിപ്പോൾ തന്നെ പഠിച്ചല്ലോ, 2 ചുണ്ടുകളിൽ മഖ്റജിൻ്റെ എണ്ണം 2. ഇനി തരിമൂക്കിലാണെങ്കിൽ 1, വായയുടെ ഉൾഭാഗത്താണെങ്കിൽ 1. ഇതാണ് ഓരോ സ്ഥലങ്ങളിലുമുള്ള മഖ്റജിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി തൊണ്ടയുടെ താഴെ അറ്റത്തിന് പറയുന്ന പേരെന്താണ്, അതിന് അക്സൽ ഹൽക്ക് എന്നാണ് പറയുക. അപ്പോൾ തൊണ്ടയിൽ 3 സ്ഥാനങ്ങളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ആ 3 സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തൊണ്ടയുടെ
താഴെ അറ്റത്തിന് പറയുന്ന പേരാണ് അക്സൽ ഹൽക്ക് എന്നത്. ഇനി മധ്യത്തിന്, തൊണ്ടയുടെ മധ്യഭാഗത്തിന് പറയുന്ന പേരാണ് വസ്തുൽ ഹൽക്ക്. എന്താണ്? വസത്തുൽ ഹൽക്ക് അല്ലേ? വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ നടുഭാഗം അല്ലെ, വസത്തുൽ ഹൽക്ക് എന്നാണ് പറയാം. ഇനി തൊണ്ടയുടെ മുകൾ അറ്റത്തിന് പറയുന്ന പേരാണ് അദ്നൽ ഹൽക്ക്. തൊണ്ടയുടെ മുകൾ അറ്റത്തിന് പറയുന്ന പേര് അദ്നൽ ഹൽക്ക്. അപ്പോൾ അക്സൽ ഹൽക്ക് താഴ്ഭാഗം, വസ്തുൽ ഹൽക്ക് മധ്യഭാഗം, അദ്നൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ മുകൾ അറ്റം. ഇങ്ങനെ മൂന്നുമാണ് തൊണ്ടയുടെ 3 മഖ്റജുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ. ഇനി നാവിലെ 10 സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 18. നമ്മൾ പറഞ്ഞു നാവിൽ 10 സ്ഥാനം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 10 സ്ഥാനങ്ങളിൽ നിന്ന് 18 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഷഫവിയായ അക്ഷരങ്ങൾ. അപ്പോൾ ഷഫത്ത് അല്ലെ, ഷഫത്ത് എന്നാണ് നമ്മൾ ചുണ്ടിന് പറയുക. അപ്പം ചുണ്ടിന് നമ്മൾ ഷഫത്ത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് ഷഫവിയായ അക്ഷരങ്ങൾ. ഇനി ഫ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് ഏതാണ്? മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ എന്ന് പറ. ഫ എല്ലാവരും പറ. ഫ ഫ കണ്ടോ? ഫ ഫ എന്ന് പറയുമ്പം നമ്മളെ പല്ലിൻ്റെ തലഭാഗം അല്ലേ, പല്ലിൻ്റെ തലഭാഗം എവിടെ തട്ടുന്നുണ്ട്? ചുണ്ടുമ തട്ടുന്നുണ്ട്. താഴത്തെ ചുണ്ടുമേ തട്ടുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഫായുടെ മഖ്റജ്. എന്താണ്? മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും. തലയും പള്ളയും. 2 ചുണ്ടിൻ്റെയും തെല്ല് മുഴുവനും തൊട്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരം മീമാണ്. അപ്പോൾ മാ മാ എന്ന് പറഞ്ഞു നോക്കുക എല്ലാവരും. മാ എങ്ങനെ മാ പറയുന്നത്? 2 ചുണ്ടിൻ്റെയും തെല്ല് മുഴുവനും തൊട്ടുകൊണ്ടല്ലേ മാ മാ. 2 ചുണ്ടിൻ്റെയും അറ്റങ്ങൾ നന്നായിട്ട് സ്പർശിച്ചു കൊണ്ടാണ് മാ എന്ന് പറയുക. അപ്പോൾ 2 ചുണ്ടിൻ്റെയും തെല്ല് മുഴുവനും തൊട്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ് മീം എന്ന് പറയുന്നത്. ഈ 2 ചുണ്ടിൻ്റെ 2 ഭാഗം തൊട്ടുകൊണ്ട് ഉച്ചരിക്കുക. വാ 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 പറഞ്ഞൊക്കെ എല്ലാവരും ഒന്ന് വാ പറ. നമ്മുടെ ചുണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് വരും അല്ലേ? ആ ചുണ്ട് റൗണ്ടായിട്ട് വരുമ്പം മേലെയും താഴെയുമുള്ള ചുണ്ടിൻ്റെ 2 സൈഡുകൾ അല്ലേ, ഇടതും വശത്തുമുള്ള നമ്മുടെ വായ അവസാനിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ അവസാനിക്കുന്ന ഭാഗത്തെ മേലെയും താഴെയുമുള്ള ചുണ്ടുകൾ നന്നായിട്ട് എന്ത് ചെയ്യാണ്? തൊടുകയാണ് ചെയ്യുക. നടുഭാഗം മേലോട്ടും താഴോട്ടും ആകുകയും ചെയ്യും അല്ലേ? നടുഭാഗത്ത് ഒരു സ്പേസ് വരികയും ചെയ്യും. അപ്പോൾ അതാണ് വാ വാ. 2 ചുണ്ടിൻ്റെ 2 ഭാഗം തൊട്ടുകൊണ്ടാണ് നമ്മൾ വാ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിയാനായി ഒരു 10-15 ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ. വേഗം അവസാനിപ്പിക്കാം കേട്ടോ. ഇനി മേലെ ചുണ്ട് എവിടെയാണ്? മേലെ ചുണ്ട് താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ അല്പം അമർത്തി തൊട്ട് ഉച്ചരിക്കുന്നതാണ് ബാ ബ. എല്ലാവരും പറഞ്ഞു നോക്കുക. ബ. ആ ശരിയാണല്ലോ. മേലെ ചുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ അല്പം അമർത്തുന്നുണ്ട് അല്ലേ? ബ ബ. ശരിയാണല്ലേ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ അഥവാ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഓരോ അക്ഷരങ്ങൾ, സംശയമുള്ള അക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ ഉത്തരം കിട്ടും കേട്ടോ. ഇനി ജൗഫ്. എന്താണ് ജൗഫ് എന്ന് പറഞ്ഞാൽ? വായയുടെ ഉൾഭാഗം അല്ലേ? വായയുടെ ഉൾഭാഗത്തിനാണ് ജൗഫ് എന്ന് പറയാം. ഈ ജൗഫിൽ നിന്നും വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? അലിഫ്, വാവ്, യാ കേട്ടോ. ജൗഫിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് അലിഫ്, വാവ്, യാ. ലമ്മ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം അറിയാലോ? ലമ്മ് അല്ലേ? ലമ്മുള്ള ഒരു അക്ഷരത്തെ നീട്ടാൻ ഇപ്പോൾ അബു എന്നുള്ളത് അബു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുക? ബാവിന് ശേഷം ഒരു വാവ് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ലമ്മിനെ നീട്ടാൻ എന്താ ഉപയോഗിക്കുക? വാവ്. ഈ കെസറുള്ള ഒരു അക്ഷരം വിചാരിച്ചോ? അബിൻ അല്ലേ? അബി എന്ന് പറഞ്ഞെങ്കിൽ എന്താ ചെയ്യുക? കെസറുള്ള അക്ഷരത്തെ നീട്ടാൻ നമ്മൾ യാ ആണ് ഉപയോഗിക്കുക അല്ലേ? പിന്നെ ഫത്ഹിനെ നീട്ടാൻ എന്താണ്? അലിഫാണ് ഉപയോഗിക്കുക അല്ലേ? ക എന്നുള്ളത് കാ എന്ന് പറയാൻ എന്താ ചെയ്യുക? അലിഫ് ഉപയോഗിക്കും. കാല അല്ലെ? കാല എന്ന് പറയാൻ പിന്നെ ഫത്തഹുള്ള കാഫിന് ശേഷം ഒരു അലിഫ് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ലമ്മിനെ നീട്ടാൻ വാവ്, കിസറിനെ നീട്ടാൻ യാ, ഫത്തഹിനെ നീട്ടാൻ അലിഫ്. ഇനി മദ്ദിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ കേട്ടോ. ഇങ്ങനെ ഫത്തഹും കസറും ലമ്മുമുള്ള അക്ഷരങ്ങളെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, വാവ്, യാ, ഇതിനാണ് എന്ത് പറയുക? മദ്ദിൻ്റെ ഹർഫുകൾ എന്ന് പറയാം. ഇനി മണിക്കൽ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? തരിമൂക്കിൽ നിന്നാണ് അല്ലേ? അല്ലേ? അതിനാണല്ലോ മണിക്കൽ എന്ന് പറയാം. അതുണ്ടാകുന്നത് എവിടെ നിന്നാണ്? തരിമൂക്കിൽ നിന്നാണ് മണിക്കൽ ഉണ്ടാകുന്നത്. ഇനി ഹൈഷൂം. ഷെയ്ഖ് എന്ന് വായിക്കരുത് കേട്ടോ. ഹൈഷൂം എന്നാണ്. ഹൈഷൂം എന്നാൽ എന്താണ്? തരിമൂക്കിനാണ് നമ്മൾ ഹൈഷൂം എന്ന് പറയാം. തരിമൂക്കിനാണ് ഹൈഷൂം എന്ന് പറയാം. മണിക്കേണ്ട ഹർഫുകൾ ഏതൊക്കെയാണ്? മീമ്, നൂന് അറിയാലോ അല്ലേ? ഉച്ചരിക്കുന്ന സമയത്ത്
തരിമൂക്കുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളായതുകൊണ്ട് മീമ് നൂന് ഇത് രണ്ടിനെ ആണ് മണിക്കേണ്ടത്. ഇനി സുക്കൂനുള്ള നൂനിനും തെൻവീനിനും എത്ര നിയമങ്ങളുണ്ട്? 5 നിയമങ്ങളാണുള്ളത് കേട്ടോ. സാക്കിനായ നൂനിനും തെൻവീനിനും എത്ര നിയമങ്ങളാണുള്ളത്? 5 നിയമങ്ങളാണുള്ളത്. പദത്തിൻ്റെ തുടക്കത്തിൽ ഡേഷ് വരികയില്ല. ഏതാ വരാത്തത്? സുക്കൂന് വരികയില്ല. ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ ഉണ്ടാവില്ല അല്ലേ, സുക്കൂൻ കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ ഉണ്ടാവില്ല. സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ എന്താണ് വിധി? നമുക്കറിയാം അല്ലേ, ഇൽഹാറാണ് അല്ലേ. സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഒരു 3-4 ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ, നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും ശേഷം ബാ വന്നാൽ എന്താണ് വിധി? ഇഖ്ലാബ്. കണ്ടോ, ഇഖ്ലാബ് എന്ന പേരിൽ തന്നെ അവസാനം ബ് അല്ലേ, ഇഖ്ലാബ് എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്ത് പറയാം? ബാ എന്ന് പറയാം. സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഈ സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും ശേഷം നൂന്, വാവ്, മീമ്, യാ അല്ലേ. അപ്പം തന്നെ നൗമി അല്ലേ, നൗമി എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും. നൂന്, വാവ്, മീമ്, യാ ഇത് വന്നാൽ എന്താണ്? മണിച്ച് മറിക്കുക അല്ലേ, അഥവാ ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? നൂന്, വാവ്, മീമ്, യാ. ഈ സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും ശേഷം ലാമ് വന്നാലോ, ലാമ് റാ വന്നാലോ അത് മണിക്കാതെ മറിക്കണം, അഥവാ അത് ഇദ്ഗാം ബിലാ ഗുന്ന അല്ലേ. അപ്പം ലാമും റാവ് വന്നാൽ സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും ശേഷം ലാം റാവ് വന്നാൽ മണിക്കാതെ മറിക്കണം, അഥവാ ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യണം. ഇനി മറ്റൊരു ഹർഫിലേക്ക് ചേർക്കുകയോ മീം ആയി മറിക്കുകയോ ചെയ്യാതെ തരിമൂക്കിലേക്ക് മറിച്ച മണിക്കലിനാണ് ഇഖ്ഫാ എന്ന് പറയും. അതായത് മറ്റൊരു ഹർഫിലേക്ക് നമ്മൾ ചേർക്കില്ല, മീമായിട്ട് മറിക്കുകയും ചെയ്യില്ല. അങ്ങനെയൊന്നും ചെയ്യാതെ തരിമൂക്കിലേക്ക് മറിച്ച് മണിക്കുന്നതിനാണ് ഇഖ്ഫാ എന്ന് പറയുക. ഇനി ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാഇന് ഉള്ളത്. അപ്പോൾ ഇതിൽ തജ്വീദ് നിങ്ങൾ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷമൊക്കെ തജ്വീദിന് അത്യാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഖുർആൻ ഓതുമ്പം ഖുർആൻ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഓതേണ്ടതാണല്ലോ. അതുകൊണ്ട് തജ്വീദിൽ നിന്ന് നന്നായിട്ട് ചോദ്യം വരും. അവിടെ അഖ്ലാഖ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എളുപ്പമുള്ളതായിരിക്കും. പക്ഷേ തജ്വീദ് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നാളെ രാത്രി ആകുമ്പോഴേക്ക് ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 3 ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാം നടത്തും. ആ എക്സാമിൽ നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.